അനന്തമായ ഇരുട്ടിൽ ഒരു സ്ത്രീ സഹായത്തിനായി നിലവിളിച്ചുകൊണ്ട് തറയിലിഴഞ്ഞ് അപ്രത്യക്ഷയാവുന്ന നിഗൂഢമായ ഒരു രംഗത്തോടെയാണ് ഈ കഥ ആരംഭിക്കുന്നത്. പണ്ടൊരിക്കൽ സാഹസികതയും പുതുമയും തേടി ജെഫ്, എമി, എറിക്, സ്റ്റേസി എന്നീ 4 യുവ ആത്മാക്കൾ ദൂരെയുള്ള മെക്സിക്കൻ നാടുകളിലേക്ക് യാത്ര തിരിച്ചു. അവിടെ വെച്ച് തന്റെ സഹോദരൻ ഹെൻറിച്ച് എവിടെയാണെന്ന് അന്വേഷിച്ചു നടന്ന മാത്തിയാസ് എന്ന ജർമ്മൻ സഞ്ചാരിയെ അവർ കണ്ടുമുട്ടി. മാത്തിയാസിനെ സഹായിക്കാൻ അവന്റെ സുഹൃത്ത് ദിമിത്രിയും അവരോടൊപ്പം ചേർന്നു. ഹെൻറിച്ചിനെ അവസാനമായി കണ്ടത് ഉൾക്കാട്ടിലെ പുരാതനമായ ഒരു മായൻ ക്ഷേത്രാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സ്ഥലത്താണെന്ന് മാത്തിയാസ് പറഞ്ഞു. ആഴമേറിയ കാടിന്റെ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന മായൻ ക്ഷേത്രത്തിന്റെ പടികളിലേക്ക് അവർ നടന്നെടുത്തു. എന്നാൽ നിമിഷങ്ങൾക്കകം ആയുധങ്ങളേന്തി നിൽക്കുന്ന മായൻ ഗ്രാമീണർ അവരെ തടഞ്ഞു. മാത്തിയാസ് തങ്ങളുടെ ആഗമനോദ്ദേശം വിവരിക്കാൻ ശ്രമിച്ചെങ്കിലും അവരുടെ വാക്കുകൾ ആ പുരാതന ഗോത്രക്കാർക്ക് മനസ്സിലായില്ല. അപ്രതീക്ഷിതമായി എമി നിലത്ത് പടർന്നുകിടന്നിരുന്ന ചില വിചിത്രമായ വള്ളികളിൽ ചവിട്ടി. അതോടെ ഗ്രാമീണർ അസ്വസ്ഥരായി. അവരെ സമാധാനിപ്പിക്കാൻ ദിമിത്രി മുന്നോട്ട് ചെന്നപ്പോൾ ഭയത്തിന്റെയും കോപത്തിന്റെയും പ്രതികരണമെന്നോണം ഗ്രാമീണർ അവനെ വെടിവെച്ചു കൊന്നു. ദിമിത്രിയുടെ വീഴ്ച കണ്ട മറ്റ് 4 പേരും പേടിച്ച് ക്ഷേത്രത്തിന്റെ പടികളിലൂടെ മുകളിലേക്ക് ഓട്ടി രക്ഷപ്പെട്ടു. ക്ഷേത്രത്തിന്റെ മുകളിൽ ഉപേക്ഷിക്കപ്പെട്ട ഒരു പഴയ ക്യാമ്പും നടുവിൽ ഒരു വലിയ കുഴിയും അവർ കണ്ടു. ആ പുരാതന ഭിത്തികളിൽ എവിടെനിന്നോ ഒരു ഫോൺ ബെല്ലടിക്കുന്ന നേർത്ത ശബ്ദം അവർ കേട്ടു. ഫോൺ ശബ്ദം കേട്ട് മാത്തിയാസിനെ അവർ ഒരു കയറിൽ കെട്ടി കുഴിയിലേക്കിറക്കി. പക്ഷേ വിധി നിർണയിച്ചതുപോലെ കയറ് പൊട്ടി മാത്തിയാസ് താഴേക്ക് വീഴുകയും അവന്റെ ശരീരം തളർന്നുപോവുകയും ചെയ്തു. എമിയും ജെഫും മായന്മാരുമായി സംസാരിച്ച് അനുരഞ്ജനത്തിലെത്താൻ പടികളിറങ്ങിച്ചെന്നെങ്കിലും ഫലമുണ്ടായില്ല. കോപത്താൽ എമി ഒരുപിടി വള്ളികൾ വലിച്ചെറിഞ്ഞു. അത് ഒരു മായൻകുട്ടിയുടെ ദേഹത്തുകൊണ്ടു. ഒട്ടും താമസിയാതെ മായന്മാർ ആ കുട്ടിയെ കൊന്നുകളഞ്ഞു. ആ വള്ളികളെ അവർക്ക് ഭയമാണെന്നും ആരും അവയെ സ്പർശിക്കാൻ പാടില്ലായിരുന്നെന്നും ഇനി തങ്ങളെ അവിടെ നിന്ന് പുറത്തുപോകാൻ അനുവദിക്കില്ലെന്നും ആ 4 പേർക്ക് മനസ്സിലായി. പിന്നീട് സ്റ്റേസിയും എമിയും മാത്തിയാസിനെ രക്ഷിക്കാൻ ആഴമുള്ള കുഴിയിലേക്കിറങ്ങി. പിറ്റേന്ന് രാവിലെ സ്റ്റേസിയുടെ കാലിലെ ഒരു മുറിവിലേക്ക് ഒരു വള്ളി പടർന്നുകയറിയതായി അവൾ കണ്ടു. വള്ളികൾ മാത്തിയാസിന്റെ കാലുകളിലും ചുറ്റിപ്പറ്റി അവന്റെ അസ്ഥികൾ വരെ തിന്നുതീർത്തിരുന്നു. എറിക്കും ജെഫും ഏറെ പ്രയാസപ്പെട്ട് സ്റ്റേസിയുടെ കാലിൽ നിന്ന് വള്ളികൾ നീക്കം ചെയ്തെങ്കിലും മാത്തിയാസിന്റെ ശരീരത്തിൽ നിന്ന് മാറ്റാൻ കഴിഞ്ഞില്ല. കുഴിയുടെ അടിയിൽ നിന്ന് വീണ്ടും ആ നിഗൂഢമായ ഫോൺ ശബ്ദം കേട്ടപ്പോൾ സ്റ്റേസിയും എമിയും വീണ്ടും താഴേക്കിറങ്ങി. വള്ളികൾ നിറഞ്ഞ ഒരു ചെറിയ മുറിയിൽ ഹെൻറിച്ചിന്റെ സുഹൃത്തായ ഒരു യുവ പുരാവസ്തു ഗവേഷകന്റെ മൃതദേഹവും തകർന്ന ഒരു ഫോണും അവർ കണ്ടെത്തി. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ആ മണിനാദം വള്ളികളിലെ പൂക്കളിൽ നിന്നാണ് വരുന്നതെന്ന്. എമി ഒരു പൂവിൽ സ്പർശിച്ചതും ദുഷ്ടശക്തി പോലെ ആ വള്ളികൾ അവരെ ആക്രമിച്ചു. അവർ കഷ്ടിച്ച് രക്ഷപ്പെട്ടു. മാത്തിയാസിന്റെ നില വഷളായപ്പോൾ അവന്റെ ജീവൻ രക്ഷിക്കാൻ ജെഫ് അവന്റെ കാലുകൾ മുറിച്ചുമാറ്റി. ദുഃഖിതയായ എമിയെ എറിക് ആശ്വസിപ്പിക്കുന്നത് കണ്ട സ്റ്റേസിക്ക് അസൂയ തോന്നി. അവർ തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടെന്ന് സ്റ്റേസി അവരെ കുറ്റപ്പെടുത്തി. 4 പേരും വാദപ്രതിവാദം നടത്തുന്നതിനിടെ ആ ദുഷ്ടവള്ളികൾ മാത്തിയാസിനെ ശ്വാസം മുട്ടിച്ചു കൊന്നു. പിറ്റേന്ന് രാവിലെ എറിക് എമിയെയും ജെഫിനെയും കൂടാരത്തിലേക്ക് കൊണ്ടുവന്നു. തന്റെ ചർമ്മത്തിനടിയിലെ വള്ളികളെ കാണിക്കാൻ എറിക് സ്റ്റേസിയോട് ആവശ്യപ്പെട്ടു. ജെഫ് ഒരു കത്തി ഉപയോഗിച്ച് സ്റ്റേസിയുടെ കാലിൽ നിന്നും നട്ടെല്ലിൽ നിന്നും വള്ളികൾ നീക്കം ചെയ്യാൻ ശ്രമിച്ചു. വള്ളികൾ തന്റെ തലയിലാണെന്ന് പറഞ്ഞ് സ്റ്റേസി കത്തി തട്ടിയെടുക്കാൻ ശ്രമിച്ചു. അവളുടെ നെറ്റിയിലെ ചർമ്മത്തിനടിയിലൂടെ ഒരു വള്ളി ചലിക്കുന്നത് കണ്ടപ്പോൾ അവളുടെ ഭയം സത്യമാണെന്ന് ബാക്കിയുള്ളവർക്ക് മനസ്സിലായി. പിറ്റേന്ന് രാവിലെ സ്റ്റേസി ഉണർന്ന് മറ്റുള്ളവർ ഉറങ്ങുകയായിരുന്ന കൂടാരത്തിൽ നിന്ന് പുറത്തുപോയി. ഒരു ബാക്ക്പാക്കിൽ അവൾക്ക് ഒരു കത്തി കിട്ടി. പുറത്തുനിന്ന് ഒരു ഞരങ്ങൽ കേട്ട് ജെഫ് പുറത്തേക്ക് പോയി നോക്കിയപ്പോൾ സ്റ്റേസി ശരീരം കീറിമുറിച്ച് വള്ളികൾ പുറത്തെടുക്കാൻ ശ്രമിക്കുന്നത് കണ്ടു. അവൻ അവളെ സ്പർശിച്ചപ്പോൾ അവൾ കത്തികൊണ്ട് അവനെ വെട്ടാൻ ശ്രമിച്ചു. അവന്റെ കൈവെള്ളയിൽ മുറിവുണ്ടാക്കി. എറിക്കും അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ അവൾ കറങ്ങി അവന്റെ നെഞ്ചിൽ കുത്തിക്കൊന്നു. മറ്റുള്ളവർ സ്റ്റേസിയെ പിടിച്ചുവെക്കാൻ ശ്രമിക്കുമ്പോൾ എറിക്കിനെ ആ വള്ളികൾ വലിച്ചുകൊണ്ടുപോയി. കുറ്റബോധത്താൽ തളർന്നുപോയ സ്റ്റേസി തന്നെ കൊല്ലണമെന്ന് എമിയോട് കെഞ്ചി. ജെഫ് ദയവ് തോന്നി അവളെ വധിച്ചു. എമിയെ രക്ഷിക്കാൻ ജെഫ് ഒരു തന്ത്രം മെനഞ്ഞു. അവൻ സ്റ്റേസിയുടെ രക്തം അവളുടെ ശരീരത്തിൽ മുഴുവൻ പുരട്ടി. എന്നിട്ട് അവളെ ക്ഷേത്രത്തിന്റെ അടിയിലേക്ക് കൊണ്ടുപോയി നിലത്ത് കിടത്തി. തുടർന്ന് അവൻ മായന്മാരെ പ്രകോപിപ്പിക്കുകയും ശകാരിക്കുകയും ചെയ്ത് എമിയിൽ നിന്ന് അവരുടെ ശ്രദ്ധ മാറ്റി. ഒടുവിൽ മായന്മാർ ജെഫിനെ അമ്പെയ്തു. എമി എഴുന്നേറ്റ് മായന്മാർ പിന്തുടരുമ്പോൾ കാട്ടിലൂടെ ഓട്ടി. മായൻ നേതാവ് ജെഫിന്റെ തലയ്ക്ക് വെടിവെച്ച് അവനെ കൊന്നു. മായന്മാരിൽ നിന്ന് രക്ഷപ്പെട്ട ശേഷം എമി അവരുടെ ജീപ്പിനടുത്തെത്തി അത് ഓടിച്ചുപോയി. ആ ശാപം നിറഞ്ഞ സ്ഥലത്തുനിന്ന് അവൾ രക്ഷപ്പെട്ടു. എമി രക്ഷപ്പെട്ടതിനുശേഷം ദിമിത്രിയുടെ 2 ഗ്രീക്ക് സുഹൃത്തുക്കൾ അവനെ തേടി കാട്ടിലൂടെ നടന്ന് അതേ ക്ഷേത്രത്തിനടുത്ത് എത്തുന്നത് കാണിച്ചുകൊണ്ടാണ് ഈ കഥ അവസാനിക്കുന്നത്. അപ്പോഴും ആ പുരാതന വള്ളികൾ നിഗൂഢമായി അവിടെ പടർന്നു പന്തലിച്ചു കിടക്കുന്നുണ്ടായിരുന്നു.